1963 ഡിസംബർ മാസം 17-ാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് മാർപ്പാപ്പ ജനിച്ചത്. ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരന്റെ 5 മക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. 1969 ഡിസംബർ 13-ന് ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റലാനോയിൽ നിന്നും പട്ടം സ്വീകരിച്ചു. 1973 ജൂലൈ 31-ന് അർജന്റീനയിലെ ജസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി. 1986 മാർച്ചിൽ ജർമ്മനിയിലെത്തി PhD പഠനവും പൂർത്തിയാക്കി. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ ഖറോസീനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തീരുമാനിച്ചു. 1992 മെയ് 20-ന് സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബെർഗോളിയെ മെയ് 27-ന് ബിഷപ്പായി അഭിഷിക്തനാക്കി. തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ സഹായ മെത്രാൻ, ഔക്ക രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളിൽ നിയമിച്ചു. 1997 ജൂൺ 3-ന് ജോർജ് ബെർഗോളി ഓക്സിലിയറി ആർച്ച് ബിഷപ്പായി. 9 മാസങ്ങൾക്ക് ശേഷം കർദിനാൾ അന്റോണിയോ ഖറാസീനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി നിയമിച്ചു. 1998 ഫെബ്രുവരി 28-ന് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുകയും അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധന സമിതിയുടെ ചുമതലകളും നൽകി. 2001 ഫെബ്രുവരി 21-ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോർജ് ബെർഗോളിയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 2001-ൽ കർദിനാളായി. ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ ഔദ്യോഗിക വസതി ഒഴിവാക്കി നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിൽ താമസിച്ചു. പിന്നീട് സാധാരണക്കാർക്കൊപ്പം പൊതുവാഹനങ്ങളിൽ സഞ്ചരിച്ചു. കർദിനാൾ പദവി ലഭിച്ച ശേഷം ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവി നൽകി. ജോൺ പോൾ രണ്ടാമന്റെ മരണത്തിന് ശേഷം 2005-ൽ ചേർന്ന കോൺക്ലേവിൽ ജോർജ് ബെർഗോളിയും പങ്കെടുത്തിരുന്നു. 2013 മാർച്ച് 13-ന് നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ 226-ാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജി മരിയോ ബെർഗോളിയോ തെരഞ്ഞെടുത്തു. അങ്ങനെ സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പോപ്പുകളിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് പോപ്പ്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16-ാമൻ പാപ്പ 2013 ഫെബ്രുവരി 28-ന് രാജിവെച്ചതിനെ തുടർന്നാണ് കത്തോലിക്ക സഭയുടെ 226-ാമത് മാർപ്പാപ്പയായി ജോർജ് മരിയോ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ സ്ഥാനാരോഹിതനാകുന്നത്. ഇന്നിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയാകുമ്പോൾ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത ഒരു ജീവിതത്തിന് കൂടിയാണ് വിരാമമാകുന്നത്. ഇറ്റലിയിൽ നിന്നും കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം യൂറോപ്പിന് പുറത്തു നിന്നും പാപ്പ പദവിയിലെത്തിയ ആളുകൂടിയായിരുന്നു. ഇന്നത്തെ ഈ വിയോഗം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ തന്നെ വലിയൊരു ദുഃഖമാണ്.